അരിയില്ല, അരി അരയ്ക്കേണ്ടതുമില്ല. എന്നിട്ടും നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ റവ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ തട്ടുകട സ്റ്റൈലിലുള്ള അടിപൊളി പൊട്ടുകടല ചമ്മന്തിയും. ഈ റെസിപ്പി ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ അരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കത്തേ ഇല്ല. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിഷാസ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു 150 ഗ്രാം ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ കഴുകണമെങ്കിൽ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഈ ഉഴുന്ന് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്നൊന്ന് കുതിർന്നു വരുന്ന ആ ഒരു സമയം അടുക്കുമ്പോഴേക്കും നമുക്ക് ഈസ്റ്റ് റെഡിയാക്കാം കേട്ടോ. നമ്മൾ ഇത് ഈസ്റ്റ് വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതേണ്ട ഒരു ഗ്ലാസ്സിലോട്ട് ഇളം ചൂടുള്ള വെള്ളം എടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്, എന്നാൽ തീരെ തണുത്ത വെള്ളവും ആകാൻ പാടില്ല. ഇളം ചൂട് വേണം. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ചിലർ ചോദിക്കും, പഞ്ചസാര ചേർത്താൽ ഇഡ്ഡലിക്ക് മധുരം ഉണ്ടാവുമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇഡ്ഡലിക്ക് ഒരിക്കലും മധുരം ഉണ്ടാവത്തില്ല. എന്നിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതിങ്ങനെ നല്ലതുപോലെ പതഞ്ഞിങ്ങനെ ഒന്ന് പൊങ്ങി വരുവേ. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ആദ്യമേ തന്നെ കുതിർത്ത ആ ഉഴുന്ന് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒട്ടും കളയണ്ട കേട്ടോ. ഈ ഉഴുന്നിൻ്റെ എല്ലാവിധ സത്വം ആ ഒരു വെള്ളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉഴുന്ന് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ കുതിർത്ത് വയ്ക്കാവുള്ളൂ. എന്നിട്ട് ആ വെള്ളം നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയും വേണം. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 കപ്പ് വറക്കാത്ത റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറക്കാത്ത റവ തന്നെ വേണം, വറുത്ത റവ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഈസ്റ്റ് ഇല്ലേ, ആ ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നോക്കിയാൽ ഈസ്റ്റ് ഒന്ന് പതഞ്ഞിങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ബാക്കി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1 സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പം ഒത്തിരി ലൂസായി പോകുന്ന ആ ഒരു പരുവമല്ല. ഇഡ്ഡലിയുടെ മാവല്ലേ, അപ്പം അതനുസരിച്ചിട്ടുള്ള കട്ടി വേണം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നിങ്ങളുടെ മാവ് ഇച്ചിരി ലൂസായിപ്പോയെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ റവയല്ലേ, അപ്പോൾ ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒന്ന് കുറുകിക്കോളും. അതല്ല അങ്ങനെ കുറുകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് സമയത്തിൻ്റെ മാറ്റമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതൊരു 3 മുതൽ 4 മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് സമയമെടുക്കും. ഇനി വേനൽക്കാലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. മഴക്കാലമോ അല്ലെങ്കിൽ തണുപ്പോ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും കേട്ടോ. അപ്പം വേണ്ട ഇപ്പം നോക്കി ഞാനൊരു 2-3 മണിക്കൂറും കൊണ്ട് നമ്മുടെ മാവിങ്ങനെ പൊങ്ങിയിട്ട് ഇത് താന്നു പോയതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ആ വേണ്ട ഒരു മാവിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാവ് കിട്ടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മാവ് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഇവിടെ നിറച്ച് മാവ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം മാവേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ഇതിങ്ങനെ ബാക്കി പൊങ്ങി വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മാവെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവാനെടുക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കാം. നമ്മൾ പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ഒത്തിരി പാടൊന്നുമില്ല. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തു. എന്നിട്ട് അതിലോട്ട് 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ 1 പിടി തേങ്ങ മതി. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് വേണം. അപ്പം നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് എടുത്തോ, അതല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കാന്താരി മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്.
ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പുളി വേണമല്ലോ, അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് പുളിയായി പോകരുത്, നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ആ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ഇവിടെ പുളി എടുത്തിരിക്കുന്നത്. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചിട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി, അതും ഓവറായിട്ടൊന്നും വേണ്ട. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇക്കൂട്ടത്തിൽ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് ഞാൻ എപ്പോഴും ചേർക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഇതുപോലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ലൂസായിട്ടുള്ള ചമ്മന്തി അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് ടൈറ്റ് ആയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചമ്മന്തിയാണ്. അതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് ഒരു സുഖമില്ല. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മളിപ്പം അരച്ചുകൊണ്ട് വന്നത് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണിത്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല എന്താ പറയുക, ആരോഗ്യപ്രദമായ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ഇനി ഈ ഒരു ചമ്മന്തിയിലേക്ക് ഞാൻ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ചമ്മന്തിക്ക് കടുക് താളിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെയാണ് കഴിക്കുന്നത്. ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ്, തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ ടിപ്പ് പറയാം, ചൂട് ഇഡ്ഡലി എടുക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഒട്ടി പിടിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. രാവിലെയൊക്കെ ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അല്പം വെള്ളം ഇങ്ങനെ ഓവറായിട്ട് എടുക്കരുത്, ഒന്ന് വെതറി കൊടുത്താൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചൂടോടുകൂടി തന്നെ ഇഡ്ഡലി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഈ ഇഡ്ഡലി എങ്ങനെയാണെന്ന് നോക്കി, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ, അടിപൊളിയാണ് കേട്ടോ, നല്ല പഞ്ഞിക്കുട്ടം പോലെയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ചട്നി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. തേങ്ങാ ചട്നിയെക്കാളിലും എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല രുചികരമായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.